സ്വർണ്ണപ്പാളികളിൽ വീണ്ടും പരിശോധന നടത്താൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വിഷ്ണു സുരേഷ് അറിയിക്കുന്നത്. സാമ്പിൾ എടുത്ത് വീണ്ടും പരിശോധന നടത്തും. 256 സാക്ഷികളുടെ മൊഴിയെടുത്തു എന്നുള്ള കാര്യം കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് SIT. ഇനി ഈ മാസം 19-നായിരിക്കും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുക. ഇന്ന് 5ാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ SIT സമർപ്പിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കോടതിയുടെ തീരുമാനവും നിർദ്ദേശവും കൂടി വരുന്നത്. ഈ VSSയിൽ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അതിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരാത്ത പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ പരിശോധനയ്ക്ക് കോടതിയുടെ അനുമതി. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, വിവരങ്ങൾ. ഉന്മേഷ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പാളികളിൽ വീണ്ടും പരിശോധന നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. SIT ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇപ്പോൾ ഈ അനുമതി നൽകിയിരിക്കുന്നത്. സാമ്പിൾ എടുത്ത വീണ്ടും പരിശോധന നടത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നേരത്തെ VSSയിൽ നടത്തിയ പരിശോധന അത് പൂർണ്ണമല്ല, അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് SITയുടെ ആവശ്യം. ആ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് വീണ്ടും പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഒരു വിശദമായ ഇടക്കാല റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രയും നേരം ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട ഉള്ള നടപടിക്രമങ്ങൾ കോടതിയിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു 1.5-2 മണിക്കൂറോളം ഹൈക്കോടതി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചു. അതിന്മേലാണ് ഇന്നത്തെ ഇടക്കാല ഉത്തരവ് പുറത്തിറങ്ങാൻ പോകുന്നത്. അതൊരു വിശദമായ ഇടക്കാല ഉത്തരവായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണപ്പാളികളിൽ വീണ്ടും പരിശോധനയ്ക്ക് അയക്കാനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത്. അത് SIT ആവശ്യപ്പെട്ട പ്രകാരമാണ് അത്തരത്തിലൊരു നടപടി. നേരത്തെ SIT ഈ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കട്ടിലപ്പാളിയിൽ നിന്നും സ്വർണ്ണ സാമ്പിളുകൾ ശേഖരിച്ച് അത് VSSയിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെ ആദ്യ പരിശോധനാ ഫലം കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും VSSയിൽ പരിശോധന നടത്തിയത്. പക്ഷേ ആ പരിശോധനയിലും കുറച്ചുകൂടി വ്യക്തത വേണം എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായ പരിശോധനയ്ക്ക് ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് പരിശോധനയ്ക്ക് വേണ്ടി വിടാനുള്ള കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ 12-ാം തീയതിക്ക് മുമ്പ് തന്നെ സാമ്പിൾ ശേഖരിക്കും. അതിനുശേഷം പരിശോധനയ്ക്ക് വിടും. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേസിന്റെ അന്വേഷണം അത് കുറച്ചുകൂടി നീളും. കുറ്റപത്രം സമർപ്പിക്കുന്നതടക്കം കുറച്ചുകൂടി നീളാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ശാസ്ത്രീയ പരിശോധന ഫലമാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി അന്വേഷണ സംഘം കരുതുന്നത്, കോടതി കരുതുന്നത്. അതുകൊണ്ട് അതിലൊരു റിസ്ക് എടുക്കാൻ അല്ലെങ്കിൽ അതിലൊരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന രീതിയിൽ, അതിലൊരു വിശദമായ പരിശോധന എന്ന രീതിയിൽ അടുത്തൊരു ഒപ്പീനിയനിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് SIT ദ്വാരപാലക ശില്പങ്ങളും അതോടൊപ്പം തന്നെ കട്ടിലപ്പാളിയിലെയും സാമ്പിളുകൾ ശേഖരിക്കാൻ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പിൾ ശേഖരണം ഉണ്ടാകും. ആ റിപ്പോർട്ട് കൂടി വന്ന ശേഷമായിരിക്കും കുറ്റപത്രം അടക്കമുള്ള നടപടിയിലേക്ക് SIT പോകുക. 256 സാക്ഷികളുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയെന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതൊരു വലിയ എണ്ണമാണ്. അതായത് ഈ കേസിന്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കുകയാണ് SIT എന്ന് സൂചിപ്പിക്കുന്നതാണ്. അത്രയും വലിയ സാക്ഷിമൊഴി 256 പേർ. അതിൽ നിലവിൽ കടകംപള്ളി സുരേന്ദ്രനും നേരത്തെ PS പ്രശാന്ത് അടക്കമുള്ള ആളുകൾ ആ സാക്ഷി പട്ടികയിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും പട്ടികയിലേക്ക് അവർ വരുമോ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. വളരെ സമഗ്രമായ ഒരു ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുമ്പാകെ SIT നൽകി. ആ റിപ്പോർട്ട് പരിശോധിച്ച ഹൈക്കോടതിയാകട്ടെ ഒരു സമഗ്രമായ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഉത്തരവ് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അപ്ലോഡ് ചെയ്യുക. അതിന്റെ വിശദാംശങ്ങൾ ഈ കേസിന്റെ അടുത്ത ഘട്ടം എങ്ങനെയെന്ന് സൂചിപ്പിക്കുന്നതായിരിക്കും. ഉന്മേഷ്, വിഷ്ണു തുടരുക. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. എന്തൊക്കെ മറ്റ് നിർദ്ദേശങ്ങൾ കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ശേഖരിക്കുക. വിഷ്ണുവിലേക്ക് എത്താം. ഷഫീദ് റാവത്തർ കൂടി ചേരുന്നുണ്ട്. ഷഫീദ്, അപ്പോൾ ഇനിയും സാമ്പിൾ എടുത്ത് പരിശോധന, VSSയിൽ തെളിയാത്ത കാര്യങ്ങളൊക്കെ ഇനി ഈ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ നടത്തുന്ന പരിശോധനയിൽ വ്യക്തമാകുമെന്ന് വേണമോ കരുതാൻ? നിലവിൽ കോടതി നിർദ്ദേശപ്രകാരം വീണ്ടും ഒരിക്കൽ കൂടി VSSയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതാണല്ലോ. ഇനി എന്തൊക്കെ കാര്യങ്ങളിലാണ് അപ്പോൾ വ്യക്തത വരേണ്ടത് ഷഫീദ്? ഉന്മേഷ്, ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം അത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെറിയ കാര്യമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. നേരത്തെ ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് കഴിഞ്ഞ ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ട് നട തുറക്കുന്ന സമയത്ത് സാമ്പിളുകൾ ശേഖരിക്കുകയും അത് VSSയിൽ പരിശോധന നടത്തുകയും ചെയ്തത്. ആദ്യം ഒരു ഇടക്കാല റിപ്പോർട്ടും പിന്നീട് അന്തിമ റിപ്പോർട്ട് ഇന്നലെയും VSS അന്വേഷണ സംഘത്തിന് കൈമാറി. എന്നാൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലായിരുന്നു ഈ അന്വേഷണം നടന്നത്. ഒന്ന്, ശബരിമലയിൽ നിന്ന് കളവ് പോയിട്ടുള്ള അല്ലെങ്കിൽ കട്ടുകൊണ്ട് പോയിട്ടുള്ള സ്വർണത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള വിവരം. രണ്ടാമത്തേത്, ശബരിമലയിൽ
ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ചെമ്പ് പാളികൾ, ആ പാളികൾ ഇവർ വേർതിരിച്ചെടുത്ത ശേഷം ആ പാളികൾ തന്നെയാണോ തിരികെ എത്തിയത്? മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എത്രത്തോളം പാളികളിൽ നഷ്ടമുണ്ടായി? ഇതിൽ രണ്ടാമത്തെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു അവ്യക്തതയുള്ളത്. അതായത് കൃത്യമായി പറഞ്ഞാൽ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ മൊത്തത്തിൽ കടത്തി പുതിയ പാളികൾ സ്ഥാപിച്ചതാണോ എന്നതിലൊരു ആശയക്കുഴപ്പം ഉണ്ട്. അത് BSSC റിപ്പോർട്ടിലും കൃത്യമായിട്ടുള്ള അതിന്റെ കാലപ്പഴക്കമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിൽ BSSC റിപ്പോർട്ടിലും അക്കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരു വിവരമില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു ലാബിൽ, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുള്ള ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ പരിശോധന നടത്താനുള്ള SITയുടെ തീരുമാനം. അതാണിപ്പോൾ ഹൈക്കോടതിയിൽ റിപ്പോർട്ടായി അന്വേഷണ സംഘം സമർപ്പിച്ചത്. അതിൽ വീണ്ടും പാളികളുടെ സാമ്പിളുകൾ പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാസപൂജയ്ക്കായി അടുത്തയാഴ്ച നട തുറന്ന ശേഷം സാമ്പിൾ ശേഖരിക്കാനുള്ള തീരുമാനത്തിലേക്ക് SIT പോകുന്നുമുണ്ട്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ 1998 മെർക്കുറി ഉപയോഗിച്ചാണ് UB ഗ്രൂപ്പ് ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പടി സ്വർണം പൊതിഞ്ഞത്. എന്നാൽ ചില പാളികളിൽ മാത്രം മെർക്കുറിയുടെ അംശം തീരെ കാണുന്നില്ലെന്നാണ് BSSCയുടെ പരിശോധനാ റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശബരിമലയിൽ നിന്ന് സ്വർണം പൊതിഞ്ഞു കൊണ്ടുപോയ ചെമ്പുപാളികൾ അത് ഈ കട്ടിളപ്പടിയുടെ കാര്യത്തിലാണ്. ആ പാളികൾ തിരികെ സന്നിധാനത്തെത്തിയോ എന്നുള്ള കാര്യം അത് ഉറപ്പിക്കണം. അതിനുവേണ്ടി വീണ്ടും സാമ്പിൾ പരിശോധിക്കണം. ആ സാമ്പിൾ പരിശോധന നടക്കുക ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലാണ്. സ്വാഭാവികമായും ആ നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. ഉന്മേഷ് റാവുത്തറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷഫീദ്, ഈ ശാസ്ത്രീയ പരിശോധന എന്നത് പ്രധാനപ്പെട്ടതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കോടതി കഴിഞ്ഞ തവണ ഇത് പരിഗണിക്കുന്ന സമയത്ത് സൂചിപ്പിച്ചതാണ് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം എത്രത്തോളം നിർണായകമാണെന്നുള്ളത്. എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു കണക്ക് വേണം. അത് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ നിർണായകമാണ്. ഈ പാളികൾ ഒന്നടങ്കം മാറ്റിയോ എന്നുള്ളത് ഉൾപ്പെടെ ആ കുറ്റപത്രത്തിൽ വിവരങ്ങളായി വരേണ്ടതാണ്. അപ്പോൾ ഈ BSSCയിൽ നടത്തിയ പരിശോധന അക്കാര്യങ്ങളൊന്നും വ്യക്തമായില്ല എന്ന് പറയുമ്പോൾ ഇനിയുള്ള പരിശോധനയിൽ അതിലൊക്കെ വ്യക്തത വരുത്താൻ കഴിയുന്ന ഒരു ശാസ്ത്രീയ പരിശോധനാ സംവിധാനം ഉണ്ടോ ഷഫീദ് ശരിക്കും? ഉന്മേഷ, നിലവിൽ ഇപ്പോൾ SIT ഉദ്യോഗസ്ഥർ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച്, അതായത് മെർക്കുറി സാന്നിധ്യമാണ് ഇതിൽ പ്രധാനമായും പരിശോധിക്കുന്നത്. 1998 UB ഗ്രൂപ്പ് ഈ സ്വർണം പൊതിയുന്ന സമയത്ത് മെർക്കുറി സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ സന്നിധാനത്ത് നിന്ന് ശേഖരിച്ച് BSSCയിൽ പരിശോധനയ്ക്ക് അയച്ച ആ റിപ്പോർട്ടിൽ ചില പാളികളിൽ, കൃത്യമായി പറഞ്ഞാൽ വളരെ കുറച്ച് പാളികളിൽ മാത്രം ഇതുമായി ബന്ധപ്പെട്ട് മെർക്കുറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് SITയെ സംബന്ധിച്ചതിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച് വീണ്ടും പരിശോധന നടത്തണം എന്നുള്ള കാര്യം, അവർ അങ്ങനെ പറയാനുള്ള കാര്യം. അതേസമയം ശബരിമലയിൽ നഷ്ടമായിട്ടുള്ള സ്വർണം എത്ര എന്നുള്ള കാര്യത്തിൽ ആ റിപ്പോർട്ടിൽ ചില വ്യക്തതകൾ ഉണ്ട് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പപാളികൾ എന്നിവ ഉരുക്കിയപ്പോൾ 989 ഗ്രാം സ്വർണം ലഭിച്ചെന്നും ഇതിൽ 575 ഗ്രാം സ്വർണം തിരികെ പൂശിയെന്നുമാണ് പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരുടെ മൊഴി. ബാക്കി വന്ന സ്വർണത്തിന് തത്തുല്യമായ തുക തിരികെ ബോർഡിന് നൽകിയെന്നും ഇവർ വാദിച്ചിരുന്നു. എന്നാൽ ഇത് തെറ്റാണെന്നും ഉരുക്കിയപ്പോൾ ഇതിന്റെ ഇരട്ടി സ്വർണം, അതായത് ഈ 989 ഗ്രാമിനേക്കാൾ ഇരട്ടി സ്വർണം അത് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ അത് BSSC റിപ്പോർട്ടിലുണ്ട്. ആ റിപ്പോർട്ട് അടക്കം ഹൈക്കോടതിക്ക് മുൻപിലേക്ക് അന്തിമ ഇടക്കാല റിപ്പോർട്ടായി SIT നൽകി എന്നുള്ളതാണ് ഇതിലെ ഗൗരവമുള്ള കാര്യം. അപ്പോൾ രണ്ടു കാര്യത്തിൽ പ്രധാനമായും അന്വേഷണം BSSCയിലെ പരിശോധനയിൽ നടന്നു. അതിൽ ഒന്നാമത്തേത് എത്ര സ്വർണം നഷ്ടമായി, രണ്ടാമത്തേത് ഈ കൊണ്ടുപോയ പാളികൾ തന്നെയാണോ തിരികെ എത്തിയത്. അതിൽ കൊണ്ടുപോയ പാളികൾ തന്നെയാണോ തിരികെ എത്തിയതിലാണ് ഇപ്പോൾ ആശയക്കുഴപ്പമുള്ളത്. ആ ആശയക്കുഴപ്പം നീക്കാനാണ് ഈ പറയുന്ന മറ്റു സ്ഥലത്തേക്ക്, മറ്റൊരു ലാബിലേക്ക്, നമ്മൾ ഈ പറഞ്ഞ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് പരിശോധന നടത്താനുള്ള തീരുമാനം. അവിടെയും നടക്കുക കെമിക്കൽ അനാലിസിസ് പരിശോധനയാണ്. കാലപ്പഴക്കം പരിശോധിക്കും. മാത്രവുമല്ല, രണ്ടാമത്തേത് ഈ കൂടുതൽ സാമ്പിളുകൾ എടുത്തുകൊണ്ട്, അതായത് നഷ്ടമായി ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോയ സാമ്പിളുകളിൽ നിന്ന് തമ്മിലുള്ള വ്യത്യാസം, കാലപ്പഴക്ക വ്യത്യാസം, അതിലെ സാന്നിധ്യങ്ങളുടെ വ്യത്യാസം അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാനാണ് SIT നീക്കം. ഉന്മേഷ് തുടരുക. ഷഫീദ്, വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഇതിനൊരു സമയപരിധി വെക്കുന്നുണ്ടോ കോടതി? കാരണം ഇതൊരു ശാസ്ത്രീയ പരിശോധനയാണ്. അതിന് എത്ര സമയം എടുക്കുമെന്നുള്ളത് ഒരുപക്ഷെ മുൻകൂട്ടി പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ BSSCയിലെ പരിശോധന നീണ്ടുപോയത് നമ്മുടെ മുൻപിലുണ്ട്. രണ്ടാമതും അവിടെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയേണ്ടി വന്നു. ഈ കോടതി ഒരു സമയപരിധി വെക്കുന്നുണ്ടോ ഈ പരിശോധനയ്ക്ക് വിഷ്ണു ഈ ഘട്ടത്തിൽ? ഉന്മേഷ, സമയപരിധിയുടെ കാര്യം ഉത്തരവ് പുറത്തിറങ്ങുന്ന ഘട്ടത്തിലായിരിക്കും മനസ്സിലാകുക. ഏകദേശം 2 മണിക്കൂറോളമാണ് കേസിന്റെ നടപടിക്രമങ്ങൾ ഇന്ന് ഹൈക്കോടതിയിലുണ്ട്. അതിപ്പോഴും പൂർത്തിയായിട്ടില്ല. ഉത്തരവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് മ്യൂട്ടഡ് ആണ്. അതുകൊണ്ട് മറ്റാർക്കും അതിൽ കേൾക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ദേവസ്വം വിജിലൻസും ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായിട്ടുണ്ട്. SIT നൽകിയ 5ാമത്തെ ഇടക്കാല റിപ്പോർട്ടാണിത്. അതിൽ ഈ BSSCയിൽ നിന്ന് ലഭിച്ച അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിലാണ് SIT പ്രധാനമായും പറഞ്ഞത് BSSCയിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ
കൂടുതൽ വ്യക്തത വേണം. പ്രത്യേകിച്ച് ഇതിന്റെ കാലപ്പഴക്കമടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇതിൽ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പ്രതികൾ പറയുന്നതിനേക്കാൾ കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി പരിശോധനയിൽ നിന്ന് മനസ്സിലാവുന്നത്. ആ പശ്ചാത്തലത്തിലാണ് പുറത്ത് നൽകി, അതായത് VSSCക്ക് പുറത്ത് മറ്റൊരിടത്ത് പരിശോധന നൽകണമെന്ന ആവശ്യം SIT മുന്നോട്ട് വെച്ചത്. ആ ആവശ്യം അപ്പാടെ തന്നെ കോടതി അംഗീകരിക്കുകയായിരുന്നു. വീണ്ടും സാമ്പിൾ എടുത്ത് പരിശോധിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും അതിനൊരല്പം കാലതാമസം എടുക്കും. ഏറ്റവും കുറഞ്ഞത് ഒരു 2 ആഴ്ച സമയം എന്തായാലും എടുക്കും. സാമ്പിൾ ശേഖരിക്കേണ്ടതുണ്ട്, അത് അങ്ങോട്ടേക്ക് അയച്ച് അതിന് പരിശോധനാ ഫലം വരണം. ഇനിയിപ്പോൾ 19-ാം തീയതിയാണ് കേസ് കോടതി പരിഗണിക്കുക. ഒരുപക്ഷെ അന്നായിരിക്കും ഇതിന്റെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രാഥമിക റിപ്പോർട്ടെങ്കിലും ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തുക. അപ്പോൾ അത്രയും സമയത്തെ ഡിലേ ഉണ്ട്. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന നിലപാടിലാണ് ഹൈക്കോടതി ഉള്ളത്. കാരണം ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റായി ഹൈക്കോടതി കരുതുന്നത് ഈ പരിശോധനാ ഫലമാണ്. കുറ്റപത്രത്തിൽ ഏറ്റവും നിർണായകമായ ഫാക്ടറായി മാറാൻ പോകുന്നതും ഈ പരിശോധനാ ഫലമാണ്. അതുകൊണ്ട് അതിലൊരു റിസ്ക് എടുക്കേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുള്ളത്. അതിൽ വിശദമായ പരിശോധന നടത്തുക, എത്ര അളവ് സ്വർണം പോയിട്ടുണ്ട്, എത്ര അളവ് സ്വർണം തിരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്, ബാക്കി സ്വർണം എവിടെ എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വേണമെങ്കിൽ ഈ പരിശോധനാ ഫലം നിർണായകമാണ്. ഒപ്പം ഹൈക്കോടതി പലയാവർത്തി ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച ചില ചോദ്യങ്ങൾ, ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇത് 99-ൽ സ്വർണം പൂശിയ അതേ പാളി തന്നെയാണോ ഇപ്പോഴും ഇരിക്കുന്നത്, അതല്ല എങ്കിൽ അതിലേതെങ്കിലും തരത്തിലുള്ള മാറ്റം വന്നിട്ടുണ്ടോ, ആ സ്വർണം ഏത് രീതിയിൽ വേർപെടുത്തി, അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. അതിൽ ചില ചോദ്യങ്ങൾക്ക് മാത്രമാണ് VSSCയിൽ നിന്ന് പൂർണ്ണ ഉത്തരം ലഭിച്ചത്. ആ പശ്ചാത്തലത്തിലാണ് SIT ഇതിൽ കൂടുതൽ വ്യക്തത വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുക. ഹൈക്കോടതി ഇപ്പോൾ അതിൽ അനുമതി നൽകുകയും ചെയ്തത്. കാലതാമസം ഒരു വിഷയമായി ഹൈക്കോടതി ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 19-ാം തീയതിയാണ് ഇനി ഈ കേസ് ദേവസ്വം ബെഞ്ച് പരിഗണിക്കുക. അന്നായിരിക്കും ഈ അടുത്ത പരിശോധനാ ഫലത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടെങ്കിലും ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തുക. ഒരുപക്ഷെ അന്നത്തോടുകൂടി നിലവിൽ നീട്ടി നൽകിയിരിക്കുന്ന സമയം അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി സമയം അന്വേഷണ സംഘത്തിന് നൽകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷും ഷഫീദ് റാവുത്തറുമാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നത്. ഈ വീണ്ടും സാമ്പിൾ എടുത്ത് പരിശോധന നടത്താനുള്ള അനുമതി ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.